ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് 50 ഡേയ്സ് ചാലഞ്ച്. ഞാൻ ഈ നിൽക്കുന്ന നിപ്പ് കണ്ട ആരും അന്താളിക്കണ്ട കേട്ടോ. ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ടുള്ള നിപ്പാണേ. അതിനൊരു സൊല്യൂഷനും കിട്ടി. നൂലപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാം. 50 ഡേയ്സ് ചാലഞ്ചിലെ രണ്ടാമത്തെ ദിവസം. എന്തോ ഇന്ന് എനിക്ക് വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ എണീറ്റപ്പോൾ. പിന്നെ മൂഡില്ലെങ്കിലും മൂടൊക്കെ തന്നെ വരുമല്ലോ. നമ്മുടേതായ ജോലികൾ നമുക്കായി മാറ്റി വെച്ചിരിക്കുകയല്ലേ. എന്നത്തെയും പോലെ തന്നെ എൻ്റേതായ ജോലികളിലേക്ക് ഞാൻ കടന്നു. ഇതൊക്കെ എനിക്ക് മാത്രമായിട്ടുള്ള ജോലികളാണ്. ആ ജോലിയിലേക്ക് ഇവിടെ ഒരാളും കൈകിടത്താൻ വരില്ല. ഇപ്പം ഞാനതൊന്നും വലിയ ജോലി ഭാരമായിട്ട് കാണാറുമില്ല. ഡെയിലി ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ മറ്റംഗങ്ങൾ. ഇവർക്ക് ഈ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാണല്ലോ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നമ്മുടെ ലൈഫിലെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാ. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ടത് ലോകത്തിന് കാട്ടിക്കൊടുക്കും. എൻ്റെ ലൈഫിലെ പല ആഗ്രഹങ്ങളും ഞാൻ സ്വപ്നം കാണുകയും അത് ലോകത്തിന് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വേറെ എവിടേക്കോ എത്തി. ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. ഇവിടെ ഇരുന്നാണ് എൻ്റെ 9:30 തൊട്ട് 5 മണി വരെയുള്ള യുദ്ധം. ഇതാണ് എൻ്റെ ചെയർ, ഇതാണ് എൻ്റെ സിസ്റ്റം. ഇവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റം എല്ലാം ഓണാക്കി എൻ്റെ വർക്കിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ചും 4 മണിക്ക് ഒരു ബ്ലാക്ക് കോഫിയും കഴിച്ച് 5 മണിക്ക് ഓഫീസിൽ നിന്നിറങ്ങി നേരെ ഞാൻ ജിമ്മിലേക്കാണ് വിട്ടത്. എന്നത്തെയും പോലെ തന്നെ ജിമ്മിലെത്തി ഞാൻ നേരെ എൻ്റെ വാമപ്പിലേക്ക് കടന്നു. വർക്കൗട്ട് ചെയ്യുക എന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് മുന്നേ നമ്മളൊരു സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു നിർത്തിയല്ലോ. എൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞേ. അത് ഞാൻ പ്രാവർത്തികമാക്കിയ കാര്യവും. 2 വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് എൻ്റെ വെയ്റ്റ് 79 kg ആയിരുന്നു. അപ്പോഴത്തെ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 kg എങ്കിലും കുറയ്ക്കണം എന്നായിരുന്നു. പക്ഷെ 6 monthsനുള്ളിൽ എനിക്കുണ്ടായ മാറ്റം, ഞാൻ 15 kg വെയ്റ്റ് ലോസ് വന്നു. എൻ്റെ ട്രെയിനറുടെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രത്തോളം വെയിറ്റ് കുറയ്ക്കാനായി പറ്റിയത്. പിന്നെ എൻ്റെ വർക്കൗട്ടും ഉണ്ടായിരുന്നു. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാനും കഴിയും. അതുപോലെ തന്നെ സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യാനും സാധിക്കും. അതിന് ഉത്തമമായ ഉദാഹരണമാണ് ഞാൻ. ഒരു 5 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന ഞാൻ 15 കിലോയാണ് ഇവിടെ വന്ന് കുറച്ചത്. ഇപ്പോഴിതാ 50 ഡേയ്സ് ചാലഞ്ചിനും റെഡിയായി നിൽക്കുന്നു. പറഞ്ഞാൽ എവിടേക്കോ എത്തിയല്ലേ. ഇന്നത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞാൽ വീട്ടിലെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.